ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 3S PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, VFA, വെവ്കോ എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. നമ്മൾ 2025 കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചു വന്നിരുന്നത്. ഓക്കെ, 2025 ഓഗസ്റ്റിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് വേണം ഓഗസ്റ്റ് മാസത്തേക്ക് നിങ്ങൾ വരാനായിട്ട് കേട്ടോ. ക്രമത്തിൽ പഠിച്ചു വരിക. ഓക്കെ, അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കുക. അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റീൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സ്റ്റീൽ വ്യവസായ പ്രദർശനം ഏതാണ്? ഏതാണ്? സ്റ്റീൽ മന്ത്രാലയം എന്തിന്റെ ആഭിമുഖ്യത്തിലാണ്? സ്റ്റീൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സ്റ്റീൽ വ്യവസായ പ്രദർശനമാണ് ഭാരത് സ്റ്റീൽ എന്ന് പറയുന്നത്. ഏതാണ്? ഭാരത് സ്റ്റീൽ. സ്റ്റീൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സ്റ്റീൽ വ്യവസായ പ്രദർശനമാണ് ഭാരത് സ്റ്റീൽ. ഓക്കെ, അടുത്ത നോക്കിക്കേ. തെരുവ് കന്നുകാലികളുടെ സംരക്ഷണത്തിനായിട്ട് ഗൗതം യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? എന്താണ്? തെരുവ് കന്നുകാലികളുണ്ടല്ലോ, അവ തെരുവ് കന്നുകാലികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്താണ്? ഗൗതം യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. ഛത്തീസ്ഗഡ് ആണ്. അടുത്തത്, ഡിജിറ്റലായി പണമടയ്ക്കാനുള്ള സൗകര്യത്തോടെയുള്ള ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പ് ഏതാണ്? എന്താ? ഡിജിറ്റലായി പണമടയ്ക്കാനുള്ള സൗകര്യത്തോടെയുള്ള ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പ് ഏതാണ്? ഹരിതമിത്രം 2.0 ആണ്. അത് ഡിജിറ്റലായി പണമടയ്ക്കാനുള്ള സൗകര്യത്തോടെയുള്ള ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഹരിതമിത്രം 2.0. അടുത്ത് നോക്കിക്കേ. ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം അത് ചന്ത് എന്ന ടൈഗർ ആണ്. ചന്ത് എന്ന കടുവയാണ് കേട്ടോ. ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നമാണ് ചന്ത് എന്ന കടുവ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവയാണ്. ഇവിടെ പറയാണ് ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നമാണ് ചന്ത്. ഓർത്തു വെച്ചേക്കുക. അടുത്തത്, 2025 വനിതാ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ്? 2025 വനിതാ ഏകദിന ലോകകപ്പ് ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. നമുക്കറിയാം ഹർമൻപ്രീത് കൗർ ആണ്. വൈസ് ക്യാപ്റ്റൻ ആരായിരുന്നു? സ്മൃതി മന്ദാനയാണ്. അപ്പൊ 2025 വനിതാ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഹർമൻപ്രീത് കൗർ ആണ്. അടുത്തത്, 2025 യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് എൽബ്രസ് കീഴടക്കിയ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള പർവ്വതാരോഹകൻ ആരാണ്? കബക് യാനോയാണ്. എന്താണ്? യൂറോപ്പിലെ ഉയരം കൂടിയ പർവ്വതമാണ് ഇത് മൗണ്ട് എൽബ്രസ് എന്ന് പറയുന്നത്. അത് കീഴടക്കിയത് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു പർവ്വതാരോഹകനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് കബക് യാനോ. ആരാണ്? കബക് യാനോ. അടുത്തത്, 2025 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് എന്താണ്? 2025 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റാണ് എറിൻ എന്ന് പറയുന്നത്. 2025 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ്? എറിൻ. ഓർത്തു വെച്ചേക്കുക. അടുത്ത് നോക്കിക്കേ. 2025 വേൾഡ് ഗെയിംസിൽ വനിതകളുടെ 52 കിലോഗ്രാം വുഷുവിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? നമ്രത ബത്രയാണ്. എന്താണ്? 2025 വേൾഡ് ഗെയിംസില് വനിതകളുടെ 52 ഗ്രാം വുഷുവിൽ വെള്ളി മെഡൽ നേടിയ വ്യക്തി ആരാണ്? നമ്രത ബത്രയാണ്. ആരാണ്? നമ്രത ബത്ര. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത AI പവേർഡ് കോമ്പാക്ട് ഡ്രോൺ എന്താണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത AI പവേർഡ് കോമ്പാക്ട് ഡ്രോൺ ഏതാണ്? അത് കാലഭൈരവയാണ്. ഏതാണ്? കാലഭൈരവ. ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത AI പവേർഡ് കോമ്പാക്ട് ഡ്രോൺ ആണ് എന്ന് പറയുന്നത് കാലഭൈരവ. വായനയിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് പുസ്തക നികുതി വേണ്ടെന്ന് വെച്ച രാജ്യം ഏതാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? വായനയിലുള്ള പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുസ്തക നികുതി വേണ്ടെന്ന് വെച്ച രാജ്യമാണ് ഡെൻമാർക്ക്. ഏത് രാജ്യമാണ്? ഡെൻമാർക്ക് ആണ്. ഓക്കെ, ലോകത്തിലെ AI അധിഷ്ഠിത ബാങ്ക് നിലവിൽ വന്നത് എവിടെയാ? ലോകത്തില് ഒരു AI അധിഷ്ഠിത ബാങ്ക് വന്നു. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മലേഷ്യയിലാണ്. ആ ബാങ്കിന്റെ പേരാണ് റിറ്റ് ബാങ്ക്. RYT കേട്ടോ, റിറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോ ലോകത്തിലെ AI അധിഷ്ഠിത ബാങ്ക് നിലവിൽ വന്നത് മലേഷ്യയിലാണ്. അടുത്തത്, ഒരു രാജ്യത്ത് നിന്ന് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ തിരഞ്ഞെടുത്ത നദീൻ അയൂബ് ആരാണ്? നദീൻ അയൂബ് ഏത് രാജ്യക്കാരനാണ്? ഏത് രാജ്യത്തുള്ള ആളാണ്? അത് പാലസ്തീനാണ് കേട്ടോ. ഒരു രാജ്യത്ത് നിന്ന് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ തിരഞ്ഞെടുത്ത നദീൻ അയൂബ് ഏത് രാജ്യത്തുള്ളതാണെന്ന് ചോദിച്ചാൽ അത് പാലസ്തീനാണ്.
അപ്പൊ ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു രാജ്യത്ത് നിന്ന് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അതാരാണ്? നദീൻ അയ്യൂബാണ്. അവർ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ അത് പാലസ്തീനാണ്. ഓക്കെ, അടുത്തത് ഓഗസ്റ്റ് 27. എന്താണ് പ്രത്യേകത? ഓഗസ്റ്റ് 27 എന്താ പ്രത്യേകത? എന്താ? ലോക തടാക ദിനമാണ് അല്ലെ? ലോക തടാക ദിനമാണ്. അപ്പൊ 2025 ലോക തടാക ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ലേക്സ് ലൈഫ് ബ്ലഡ് ഓഫ് അവർ പ്ലാനറ്റ്. എന്താണ്? ലേക്സ് ലൈഫ് ബ്ലഡ് ഓഫ് അവർ പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു. എന്താണ്? ഓഗസ്റ്റ് 27 ലോക തടാക ദിനമാണ്. പ്രമേയം എന്തായിരുന്നു? ലേക്സ് ലൈഫ് ബ്ലഡ് ഓഫ് അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഓഗസ്റ്റ് 29 പറയാതെ വയ്യ നമുക്ക് അല്ലെ? ഓഗസ്റ്റ് 29 എന്താണ്? കായിക ദിനമാണ് അല്ലെ? ദേശീയ കായിക ദിനമാണ്. നമ്മുടെ ധ്യാൻചന്ദിന്റെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് ഇതിന്റെ കൂടെ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അടുത്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങി വരുന്ന കുടിയേറ്റ തൊഴിലാളികൾക്കായിട്ട് നമ്മുടെ പശ്ചിമ ബംഗാൾ സർക്കാർ ആരംഭിച്ച പുതിയ ക്ഷേമ പദ്ധതി ഏതാണ്? എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങി വരുന്ന കുടിയേറ്റ തൊഴിലാളികൾക്കായിട്ട് പശ്ചിമ ബംഗാൾ സർക്കാർ ആരംഭിച്ച പുതിയ ക്ഷേമ പദ്ധതി ഏതാണ്? ശ്രമശ്രീ ആണ്. എന്താണ്? ശ്രമശ്രീ. ഓക്കെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങി വരുന്ന കുടിയേറ്റ തൊഴിലാളികൾക്കായിട്ട് വെസ്റ്റ് ബംഗാൾ സർക്കാർ ആരംഭിച്ച പുതിയ ക്ഷേമ പദ്ധതി ഏതാണ്? ശ്രമശ്രീ ആണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ആദ്യം മുതൽ നോക്കിക്കേ. എന്താണ്? സ്റ്റീൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സ്റ്റീൽ വ്യവസായ പ്രദർശനം അറിയപ്പെടുന്ന പേരെന്താ? ഭാരത് സ്റ്റീൽ എന്നാണ്. തെരുവ് കന്നുകാലികളുടെ സംരക്ഷണത്തിനായിട്ട് ഗൗതം യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഡിജിറ്റലായി പണമടയ്ക്കാനുള്ള സൗകര്യത്തോടെയുള്ള ഹരിതമിത്രം ആപ്ലിക്കേഷൻ, അതിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഹരിതമിത്രം 2.0. ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നമാണ് ചന്ത് എന്ന കടുവ. 2025 വനിതാ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള മൗണ്ട് എൽബ്രസ് കീഴടക്കിയ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള പർവ്വതാരോഹകനാരാ? കബക് യാനോയാണ്. 2025 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ്? ഇറിൻ ആണ്. 2025 വേൾഡ് ഗെയിംസിൽ വനിതകളുടെ 52 കിലോഗ്രാം വുഷുവിൽ വെള്ളി മെഡൽ നേടിയ വ്യക്തി നമ്രത ബത്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത AI പവേർഡ് കോമ്പാക്ട് ഡ്രോൺ ആണ് കാലഭൈരവ. വായനയിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പുസ്തക നികുതി വേണ്ടെന്ന് വെച്ച രാജ്യം ഏതാ? ഡെൻമാർക്ക് ആണ്. ലോകത്തിലെ AI അധിഷ്ഠിത ബാങ്ക് നിലവിൽ വന്നത് മലേഷ്യയിലാണ്. ഒരു രാജ്യത്ത് നിന്ന് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ തിരഞ്ഞെടുത്ത നദീൻ അയ്യൂബ് ഏത് രാജ്യത്തുള്ളതാണെന്ന് ചോദിച്ചത് പാലസ്തീൻകാരിയാണ്. ദെൻ ഓഗസ്റ്റ് 27 ലോക തടാക ദിനമാണെന്ന് പറഞ്ഞു. അതിന്റെ പ്രമേയം 2025 പ്രമേയം എന്താ? ലേക്സ് ലൈഫ് ബ്ലഡ് ഓഫ് അവർ പ്ലാനറ്റ്. ദെൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങി വരുന്ന കുടിയേറ്റ തൊഴിലാളികൾക്കായിട്ട് പശ്ചിമ ബംഗാൾ സർക്കാർ ആരംഭിച്ച പുതിയ ക്ഷേമ പദ്ധതിയാണ് ശ്രമശ്രീ എന്ന് പറയുന്നത്. അപ്പോ ഇത്രയേ ഉള്ളൂ. കുറേശ്ശെ പഠിപ്പിക്കുന്നത് നിങ്ങൾ അന്നത്തെ ക്ലാസ് അന്നു തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. കൂട്ടി ഇടരുത് ഒരു കാരണവശാലും. മടി കൂടാതെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം ഇനി വരുന്ന പരീക്ഷകൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.